ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത്. ഞാനൊരു ന്യൂസിലാൻഡ് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണ്. എത്ര പേർക്കറിയാം ന്യൂസിലാൻഡില് UTIക്കുള്ള ആന്റിബയോട്ടിക്സ് ഫാർമസിസ്റ്റിന് പ്രിസ്ക്രൈബ് ചെയ്യാമെന്ന്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് UTI സിംറ്റംസ് ഉണ്ടെന്നിരിക്കെ അടുത്തുള്ള ഫാർമസി പോയി ഫാർമസിസ്റ്റുമായി കൺസൾട്ട് ചെയ്താല് 5 days കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ GP പ്രിസ്ക്രൈബ് ചെയ്യുന്ന സെയിം ആന്റിബയോട്ടിക്സ് ആണ് ഫാർമസിസ്റ്റിനും തരാൻ പറ്റുന്നത്. അത് മാത്രമല്ല, GPക്ക് കൊടുക്കുന്ന കൺസൾട്ടേഷൻ ഫീയുടെ പകുതി മാത്രമേ ഇവിടെ ചാർജ് ചെയ്യപ്പെടുന്നുള്ളൂ. ഞാൻ വർക്ക് ചെയ്യുന്ന ഫാർമസിയിൽ കൺസൾട്ടേഷൻ പ്ലസ് മെഡിസിൻ ആയിട്ട് വെറും $25 ആണ് ചാർജ് ചെയ്യുന്നത്. 16 മുതൽ 65 ഇയേഴ്സിന്റെ ഇടയിലുള്ള ഫീമെയിലിനാണ് ഇങ്ങനൊരു അവൈലബിലിറ്റി. അവരിലാണ് കോമൺ ആയിട്ട് UTI കാണപ്പെടുന്നത്. മെയിൽ ആണെങ്കിൽ GPനെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ബ്ലഡ് പ്രഷർ ഉണ്ട്, പ്രഗ്നന്റ് ആണ്, അങ്ങനെയുള്ളവരും അല്ലെങ്കിൽ UTIയുടെ കൂടെ വേറെ പല സിംറ്റംസും ഉണ്ട്, നല്ല പനിയുണ്ട്, ഷിവറിംഗ് ഉണ്ട്, അങ്ങനെയുള്ളവരും GPനെ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി UTIനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, എന്തൊക്കെയാണ് അതിന്റെ മെയിൻ സിംറ്റംസ്, എന്താണ് അതിന്റെ കോസസ്, എന്തുകൊണ്ടാണ് UTI വരുന്നത്, അത് എങ്ങനെ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ഇല്ലാതെ ന്യൂസിലൻഡില് പ്രിവെന്റ് ചെയ്യാം, എന്തൊക്കെ ഓപ്ഷൻസ് ആണ്, എന്തെല്ലാം മെഡിസിൻ ആണ് ഓപ്ഷൻസ് ആയിട്ടുള്ളത് എന്നും അറിയണമെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. ഇത് ന്യൂസിലാൻഡിൽ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ യൂറോപ്യൻ കൺട്രീസിലും അവൈലബിൾ ആണ്. നിങ്ങൾക്കത് അടുത്തുള്ള ഫാർമസിയിൽ പോയി എൻക്വയറി ചെയ്താൽ കൂടുതൽ അറിയാൻ പറ്റും. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇടുന്ന വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്